Good morning. Good morning, madam. Good morning, madam. Good morning, ma'am. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ CSST അല്ലെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? എവിടെ വരെ എടുത്തേ? വർക്ക് ഫ്ലോ ഒക്കെ കഴിഞ്ഞില്ലായിരുന്നോ? എവിടെ വരെയാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? Organogram വരെ. ഓർഗാനോഗ്രാം വരെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു പ്ലാനിങ്, അതായത് CSST റിവൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പുതിയ ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ CSST എന്ന് പറഞ്ഞാൽ എന്താണ്? CSST എന്തിനു വേണ്ടിയിട്ട് ആ ഒരു CSST ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ഉള്ളത്? ആരെങ്കിലും അശ്വതി ഒന്ന് പറഞ്ഞേ. അശ്വതി. സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെന്റ്. സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അതെ, എക്യുപ്മെന്റ്സ്, യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ? ഓരോ ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യുന്നു? ഈ CSST ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് സപ്ലൈ ചെയ്യും അല്ലെ? ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSST എന്ന് പറയുന്നത്. ഇനി CSST ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് അതിന്റെ പ്രധാനമായിട്ടും അതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്? ഏത് ഡയറക്ഷനിലായിരിക്കും ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ എന്ന് പറയുന്നത്? ആ ഒരു വന്നിരിക്കുന്ന ഐറ്റംസ് അൺഡയറക്ഷണൽ ഫ്ലോ. അൺഡയറക്ഷണൽ അല്ല, യൂണിഡയറക്ഷണൽ അല്ല, യൂണിഡയറക്ഷണൽ ഫ്ലോ, അതായത് സിംഗിൾ ഡയറക്ഷനിലാണ് പോകുന്നത്, യൂണിഡയറക്ഷണൽ. ഓക്കെ, ഇനി അതില് 3 സോണായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ CSST ഡിപ്പാർട്ട്മെന്റിനെ. ഏതൊക്കെയാ 3 സോണുകള്? ഏതൊക്കെയാണ്? സോളിഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ അല്ലെ? 3 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സോയിൽഡ് സോണിലേക്ക് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വരുന്നത് അല്ലെ? അതിനുശേഷം അത് ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീൻ സോണിലേക്ക് പോകുന്നു. അവിടെ നിന്നും അത് എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസേഷന് വേണ്ടി സ്റ്റെറൈൽ സോണിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ ഒരു മിക്സിംഗ് എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ആവുന്നത് നമുക്ക് തടയാനായിട്ടും ഈ ഒരു യൂണിഡയറക്ഷണൽ ഫ്ലോ മൂലം സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വർക്ക് ഫ്ലോ ഓഫ് CSST ആയിരുന്നു അല്ലെ? വർക്ക് ഫ്ലോയിൽ ആദ്യം എന്താ വരുന്നത്? ഫസ്റ്റ് വരുന്ന ഭാഗം ഏതാണ്? റെസിപ്റ്റ് അല്ലെ? റെസിപ്റ്റ് അല്ലെങ്കിൽ റിസീവിംഗ് ഏരിയ. അതിനുശേഷം അതെവിടേക്ക് പോകും? എന്താ ചെയ്യുന്നത്? ആ വരുന്ന യൂസ്ഡ് ഐറ്റംസ് റിസീവ് ചെയ്ത് വെച്ചു. അതിനുശേഷം അത് എന്ത് ചെയ്യും? കഴുകും. അല്ലെ? അതിനുശേഷം ഡിപ്പാർട്ട് എന്ത് ചെയ്യും? ക്ലീൻ ചെയ്യും അല്ലെ? ക്ലീൻ ചെയ്തതിന് ശേഷം അതെന്താ ചെയ്യുന്നത്? ഡ്രൈ ചെയ്ത് ഉണക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഓരോ പോലത്തെയുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് എന്ത് ചെയ്യുന്നു? ട്രെയില് ചെക്ക് ചെയ്ത് ഓരോ ട്രെയിലായിട്ട് അസംബിൾ ചെയ്ത് ഒരുമിച്ച് വെക്കണം. അതിനുശേഷം അതെന്താ ചെയ്യുന്നത്? ഏത് പ്രോസസ്സിലേക്കാ പോകുന്നത്? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നു അല്ലെ? സ്റ്റെറിലൈസേഷൻ നടന്നതിന് ശേഷം അതെന്ത് ചെയ്യും? ലേബലിംഗ് ചെയ്യുന്നു. അതിനുശേഷം അതെന്ത് ചെയ്യുന്നു? ക്ലീൻ ആയിട്ടുള്ള റാക്കുകളിൽ എന്ത് ചെയ്ത് വെക്കും? സ്റ്റോറേജ് ചെയ്ത് വെക്കും അല്ലെ? അതിനുശേഷമാണ് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഏതൊക്കെ ഐറ്റംസ് ആണോ കൊടുക്കേണ്ടത് അതെന്ത് ചെയ്യുന്നു? ഇഷ്യൂ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു അല്ലെ? ഇത്രയും ആ ഒരു വർക്ക് ഫ്ലോ ഓഫ് CSST നമ്മൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് വരുന്നത് ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാമിലെ ഏറ്റവും ഹെഡ് ആയിട്ട് നമ്മൾ പറയുന്നത് ആരാണ് വന്നിരിക്കുന്നത്? CSST ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് CSST ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ. ഇനി അവർക്ക് കീഴില് ആരാ വരുന്നത്? ടെക്നീഷ്യൻ വരുന്നുണ്ട്. CSST ടെക്നീഷ്യന്റെ കീഴിൽ ആര് വരുന്നുണ്ട്? അസിസ്റ്റന്റ് വരുന്നുണ്ട് അല്ലെ? അതിനുശേഷം അവരുടെ CSST അസിസ്റ്റന്റിന്റെ കീഴിൽ വരുന്നവരാരാണ്? അവരുടെ കീഴിൽ വരുന്നവരാണ് ഹൗസ് കീപ്പിംഗ് അല്ലെ? 5 പേര് നമ്മുടെ ആ ഒരു ഓർഗാനോഗ്രാമില് കൃത്യമായിട്ട് ആ ഒരു ഫ്ലോ പഠിച്ചു വെച്ചാല് ഓർഗാനോഗ്രാം നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് CSST.
ഫങ്ഷണൽ ഏരിയ സെറ്റ് CSST. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരു 6 ഏരിയ ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഏരിയ സെറ്റ് CSSTയില്. ഫസ്റ്റ് ഏരിയ പറയുന്നത് റിസീവിംഗ് ഏരിയ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വർക്ക് ഫ്ലോ ഒക്കെ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഏരിയാസ് ഒക്കെ തന്നെ ഇതിൽ വരുന്നത് കേട്ടോ. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. റിസീവിംഗ് ഏരിയ, റിസീവിംഗ് ഏരിയയിൽ നിന്നും നേരെ അത് എങ്ങോട്ടാ പോകുന്നത്? ക്ലീൻ ചെയ്യുന്ന ഏരിയയിലേക്കാണ് അല്ലെ. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നുണ്ട്? പാക്കിംഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? പാക്ക് ചെയ്ത് നമ്മൾ ട്രേകളിലാക്കി അസംബിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ്. അതിനുശേഷം അത് സ്റ്റെറിലൈസേഷന് വേണ്ടി വെക്കുന്നു. സ്റ്റെറിലൈസേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു അല്ലെ. ഒരു 6 ഫങ്ഷണൽ ഏരിയാസ് ആണ് നമുക്ക് CSSTയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഈ ഒരു 6 എണ്ണം നിങ്ങൾ അതിന്റെ ആ ഒരു ഓർഡർ തെറ്റാതെ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം ഈ ഒരു ഓർഡർ തെറ്റിച്ച് തരാം, അല്ല എന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ് ചെയ്തിട്ട് ചൂസ് ചെയ്ത് എഴുതാനായിട്ട് വരാം. അല്ല എങ്കിൽ ഈ ഒരു 3-4 ഓപ്ഷൻസ് തന്നിട്ട് അത് കഴിഞ്ഞു വരുന്ന ഏതാണ് 3-4 ആരോ ഇട്ട് തന്നിട്ട് അത് കഴിഞ്ഞു വരുന്ന ഏരിയ ഏതാണ്, ഏത് ഫങ്ഷണൽ ഏരിയ ആണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ഒരു 6 എണ്ണത്തിന്റെ കൃത്യമായിട്ട് ആ ഒരു ആരോ ഇട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് മാറിപ്പോവാതെ പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഒരു പാക്കിംഗ് ഏരിയ കഴിഞ്ഞ് സ്റ്റെറിലൈസേഷൻ ഏരിയ ആണ്, അതിനുശേഷം സ്റ്റോറേജ് ഏരിയ ആണ്, അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു 6 ഏരിയയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ നോക്കാം, റിസീവിംഗ് ഏരിയ. നിങ്ങളൊന്ന് മെസ്സേജ് അയച്ച് എന്തൊക്കെയാണ് റിസീവിംഗ് ഏരിയയിൽ എന്തായിരിക്കും ചെയ്യുക? നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ റിസീവിംഗ് ഏരിയയിൽ എന്താ ചെയ്യാന്നുള്ളത്. എന്തായിരിക്കും റിസീവിംഗ് ഏരിയയിൽ ചെയ്യുന്നത്? റിസീവിംഗ് ഏരിയയിൽ എന്തായിരിക്കും ചെയ്യാ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഐറ്റംസ് അല്ലെ, യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്ന സ്ഥലം അല്ലെ റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഓരോ ഐറ്റംസും നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഇങ്ങനെയുള്ള യൂസ്ഡ് ഐറ്റംസ് വരുന്ന സമയത്ത് അത് എന്തിനു വേണ്ടിയിട്ടാണ് CSST ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നത്? അത് ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെ ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് എന്തിനു വേണ്ടി അവിടെ അതായത് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു റിസീവിംഗ് ഏരിയയിലേക്ക് ഈ ഐറ്റംസ് എന്ത് ചെയ്തത് വരുന്നെന്ന് പറയുന്നത്. അപ്പൊ റിസീവിംഗ് ഏരിയ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് CSST ഡിപ്പാർട്ട്മെന്റിന്റെ ആ റിസീവിംഗ് ഏരിയയില് ഇത് സ്വീകരിക്കാൻ, അതായത് യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് വരുമ്പോ അത് സ്വീകരിക്കാനായിട്ട് അവിടെ ഒരു വിൻഡോയും ഒരു കൗണ്ടറും ഉണ്ടായിരിക്കും. അതിലൂടെയാണ് ആ വിൻഡോ, അതായത് ആ കൗണ്ടറിൽ ആ വിൻഡോയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഐറ്റംസ് എന്ത് ചെയ്യുന്നത്? അതായത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റംസ് സ്വീകരിച്ച് വയ്ക്കുന്നത്. ഈ സ്വീകരിച്ച് വെക്കുന്ന സമയത്ത് ഈ റിസീവിംഗ് ഏരിയയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ നമുക്കറിയാം വരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവിടെ എണ്ണി തിട്ടപ്പെടുത്തേണ്ടതായിട്ട് വരും അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എത്ര ഐറ്റംസ് എത്ര നമ്പറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം എന്താ? അത് അതിന്റെ അതേ നമ്പർ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചു ക്ലെയിം ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന ഓരോ ഐറ്റംസും എത്ര നമ്പർ വീതമുണ്ട് എന്നുള്ള കാര്യം കൗണ്ട് ചെയ്ത് എണ്ണി തിട്ടപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വരുന്ന ഓരോ ഐറ്റംസും എന്തെങ്കിലും ഇപ്പൊ നമുക്കറിയാം ഈ നൈഫ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഷാർപ്പൻ അല്ലെങ്കിൽ മൂർച്ചയുള്ളതല്ല എങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അതുപോലെ തന്നെ എന്തെങ്കിലും വളഞ്ഞതോ അല്ലെങ്കിൽ ഒടിഞ്ഞതോ അല്ലെങ്കിൽ പൊട്ടിയതോ ഇനി പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വരുന്ന ഐറ്റംസ് ഈ വരുന്ന ഗ്രൂപ്പിലുണ്ടോ എന്നുള്ളത് കൂടി എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് വരുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യേണ്ടി വരും? അത് സോർട്ട് ചെയ്ത് അല്ലെങ്കിൽ വേർതിരിച്ചു വെക്കുക, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യേണ്ടി വരും? ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതെല്ലാം കഴിച്ച് ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ കഴിച്ച് വരുന്ന, അതായത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് മാത്രം എന്ത് ചെയ്യേണ്ടി വരും? റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. റെക്കോർഡ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വരുന്ന ഓരോ ഐറ്റംസ് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നു, എത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു, ഓരോന്നും എത്ര നമ്പറുകൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഏത് ഡേറ്റിലാണ്
ഇത് വന്നത് എന്നുള്ള കാര്യങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് റിസീവിംഗ് ഏരിയയിൽ ചെയ്യുന്നത്. റിസീവിംഗ് ഏരിയയിൽ ജസ്റ്റ് നിങ്ങൾ ആ മനസ്സിലാക്കേണ്ട ഐഡിയ എന്ന് പറയുന്നത് വരുന്ന ഐറ്റംസ് വാങ്ങി വെക്കുന്നു, അതെന്ത് ചെയ്യുന്നു, കൗണ്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇനി പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ വേർതിരിച്ച് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കണമെങ്കിൽ ഡിസ്പോസ് ചെയ്യും, കളയുന്നുണ്ട്. ബാക്കിയുള്ളവ എന്ത് ചെയ്യുന്നു, അടുത്ത ഏരിയയിലേക്ക്, പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് അടുത്ത ഏരിയയിലേക്ക് എന്ത് ചെയ്യും, അത് കടത്തിവിടും. ഓക്കെ, ജനറൽ ഐഡിയ ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, നമുക്കപ്പോ റിസീവിംഗ് ഏരിയയിലേക്ക് പോവാം. Items used from several departments of the hospital are transferred to CSST for cleaning and സ്റ്റെറിലൈസേഷൻ. അപ്പൊ ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷനും വേണ്ടിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന്, ഹോസ്പിറ്റലിലെ മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു, യൂസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ്, ഐറ്റംസ് എന്ത് ചെയ്യുന്നു, ഈ CSST ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ക്ലീനിങ്ങിനും അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ചെയ്യാനും വേണ്ടിയിട്ട്. ഇനി പ്രിഫറബിളി ദ ഐറ്റംസ് which get stained with blood or body fluid should be decontaminated with sodium hypochlorite solutions in the user department itself before sending to CSST. ഇവിടെ അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടല്ലോ, അപ്പൊ ഈ നമ്മുടെ CSST ഡിപ്പാർട്ട്മെന്റിലേക്ക് എല്ലാ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ സ്പെഷ്യൽ കേസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് പോലെയുള്ളവയായിട്ട് ബന്ധപ്പെട്ട് സ്റ്റെയിൻഡ് ആയിട്ടുള്ള, കറ പറ്റിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ് എങ്കിൽ അത് അതാത് ഡിപ്പാർട്ട്മെന്റ്, അതായത് അത് ഉപയോഗിച്ചിട്ടുള്ള ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററോ അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യുന്ന ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും കൂടുതലും അങ്ങനെ വരിക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ ബ്ലഡോ ഒക്കെ ആയി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റെയിൻസ് അല്ലെങ്കിൽ അതുവഴി കറ പറ്റിയിട്ടുള്ള യൂസ്ഡ് എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അത് അതാത് ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് CSSD-യിലേക്ക് വിടുകയല്ല വേണ്ടേ, CSSD-യിലേക്ക് അത് കൊടുത്തു വിടുന്നതിന് മുമ്പ് അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ വെച്ച് എന്ത് ചെയ്യണം, അതിനെ ഡീകണ്ടാമിനേഷൻ ചെയ്യണം. അത് എന്തുപയോഗിച്ചാ ചെയ്യേണ്ടത്? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. അണ്ടർലൈൻ ചെയ്ത് വെച്ചോണ്ട് ആ ഒരു കെമിക്കലിന്റെ പേര് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ വെച്ച് തന്നെ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് വഴി കറ പറ്റുന്ന എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യണം, CSSD-യിലേക്ക് വിടുന്നതിന് മുൻപ് തന്നെ ഡീകണ്ടാമിനേഷൻ ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ ആ CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് അയക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ ആണോ? Next, the accepting area of CSSD should have entry to outside through a window with a counter. നമ്മൾ പറഞ്ഞില്ലേ, ഒരു വിൻഡോ, അതായത് ഒരു കൗണ്ടറിൽ ഒരു വിൻഡോ ഉണ്ടായിരിക്കും. ആ വിൻഡോ കൗണ്ടറിലൂടെയാണ് ഈ CSSD-യിലേക്ക് വരുന്ന അതായത് യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന യൂസ്ഡ് ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. The items should be counted and received. ഐറ്റംസ് എന്ത് ചെയ്യും, ആ വാങ്ങുന്ന സമയത്ത് തന്നെ എത്ര നമ്പറുകൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷമാണ് അത് വാങ്ങി അവിടെ വയ്ക്കുന്നത്. ഇനി subsequently the instruments are examined and unsharpened instruments are sorted out or disposed of. ഇവിടെ ഇൻസ്ട്രുമെന്റ്സ്, വരുന്ന ഓരോ ഇൻസ്ട്രുമെന്റ്സും എന്ത് ചെയ്യുന്നു, പരിശോധിച്ചതിന് ശേഷം അൺഷാർപ്പൻഡ് ആയിട്ടുള്ള മൂർച്ച കുറഞ്ഞതോ അല്ലെങ്കിൽ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്തതോ ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് വേർതിരിച്ച് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യുന്നു. Necessary entries of the accepted items are made in the records. അതിനുശേഷം നമുക്ക് പിന്നീട് ആവശ്യമായിട്ട്, അതായത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം വരുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യും, അത് നമുക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യും. അതുവഴി എന്ത് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം after where the items are transferred to cleaning area. അതിനുശേഷം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ റെക്കോർഡ് ചെയ്ത് വെക്കും. അതിനുശേഷം അത് ഏത് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും എന്നാ പറഞ്ഞേ, ക്ലീനിങ് ഏരിയയിലേക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വിടുന്നതാണ്. അപ്പൊ റിസീവിംഗ് ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? റിസീവിംഗ് ഏരിയയിൽ എന്താ പറഞ്ഞേ,
അതായത് ആ ഒരു ഹോസ്പിറ്റലിലെ അതാത് മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന യൂസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, അവിടെ CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി CSSDയിലേക്ക് ചില പ്രത്യേക സിറ്റുവേഷൻസിൽ സ്പെഷ്യൽ കേസ് ആണ് പറയുന്നത്. ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് മൂലം കറ പറ്റിയ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് CSSDയിലേക്ക് വിടുന്നതിന് മുൻപ് തന്നെ ആ അതാത് ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡീകണ്ടാമിനേഷൻ ചെയ്തിട്ട് വേണം CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തുവിടാനായിട്ട്. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്, ഇങ്ങനെ CSSDയിൽ എത്തുന്ന ഓരോ ഐറ്റംസും എവിടെയാണ്, ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും. ഒരു വിൻഡോ ഉള്ള ഒരു കൗണ്ടറിലൂടെ ആ CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നു, സ്വീകരിച്ച് വെക്കുന്നു. ആ സ്വീകരിക്കുന്ന സമയത്ത് ആ വരുന്ന ഓരോ യൂസ്ഡ് ഐറ്റംസും എത്ര നമ്പറുകൾ ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തുകയും അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, സ്വീകരിച്ച് വെക്കുകയും. ഇനി ഇൻ കേസ് അൺഷാർപ്പൻഡ് ആയിട്ട് അല്ലെങ്കിൽ മൂർച്ചയില്ലാത്തതോ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്തതോ ആയിട്ടുള്ള ഐറ്റംസ് അതിനുള്ളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ച് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്തവയൊക്കെ എന്ത് ചെയ്യുന്നു, തിരിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യുന്നു. ഇനി നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതിനെ റെക്കോർഡ് ചെയ്ത് വെക്കുകയും പിന്നീട് അത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ക്ലീനിങ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ഓക്കെ ആണോ? റിസീവിംഗ് ഏരിയ ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് വണ്ണാണ്. അപ്പൊ നമ്മളിപ്പോ അത് ഇവിടുന്ന് റിസീവിംഗ് ഏരിയയിൽ നിന്ന് ക്ലീനിങ് ഏരിയയിലേക്ക് എത്തി അല്ലെ. ക്ലീനിങ് ഏരിയയിൽ വരുമ്പോ എന്താണ് പ്രധാനമായിട്ടും ക്ലീനിങ് ഏരിയയിൽ ക്ലീൻ ചെയ്യുക അല്ലെ. നല്ല ഡീപ്പായിട്ട് ഈ വരുന്ന ഓരോ ഐറ്റംസും ക്ലീൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ക്ലീനിങ് ഏരിയയിൽ നമുക്ക് എങ്ങനെയൊക്കെ ഒരു ഐറ്റം ക്ലീൻ ചെയ്യാൻ പറ്റും? നമുക്കൊരു ഐറ്റം എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മുടെ വീട്ടിലാണ് നമ്മള് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. അതൊക്കെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡ് എങ്ങനെയായിരിക്കും? കഴുകുന്നത് എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ ആരാ കഴുകേണ്ടത്? ആരാ കഴുകേണ്ടത്? ലിക്വിഡ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്. ശരിയാണ്, ലിക്വിഡ് യൂസ് ചെയ്യണം. ഡിറ്റർജന്റുകളോ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്ത് കഴുകണം അല്ലെ. അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ പോലും അത് കഴുകി വെക്കേണ്ട വ്യക്തി ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലെ. അതേസമയം നമുക്ക് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ മുഴുവൻ, അതായത് ഇവിടെയുള്ള എല്ലാ എക്യുപ്മെന്റ്സും നമ്മൾ തന്നെ കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ കഴുകി തീരുമോ? അല്ലെങ്കിൽ അത്രയും അധികം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റാത്ത ഇപ്പൊ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് മാനുവൽ ആയിട്ട് അല്ലെ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് കഴുകി വൃത്തിയാക്കാനായിട്ട് പറ്റുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലില് രണ്ട് രീതിയിൽ നമുക്ക് ഇത് വാഷ് ചെയ്യാൻ പറ്റും. ഒന്ന് മാനുവൽ ആയിട്ട്, അതായത് നമ്മൾ കൈ കൊണ്ട് നമ്മൾ സ്വമേധയാ നമ്മൾ കൈ കഴുകുന്ന ഒരു പ്രോസസ്സ്. അല്ല എങ്കിൽ നമുക്ക് മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് അല്ലെ, നമ്മുടെ വീടുകളിലൊക്കെ മെഷീൻസ് യൂസ് ചെയ്യാനായി അല്ലെ. അപ്പൊ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മെഷീൻസ് യൂസ് ചെയ്യാം. അപ്പൊ അത് മാനുവൽ ആയിട്ട് കഴുകേണ്ടതായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് കഴുകേണ്ടതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും അല്ലെ. വളരെ ചെറിയതായിട്ടുള്ളത് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡീപ്പായിട്ടൊന്നും അത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മാനുവലി നമ്മുടെ കൈ കൊണ്ട് ഹാൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ആ ഒരു മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാത്തവ നമുക്ക് മാനുവൽ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ രണ്ട് മെത്തേഡും നമുക്ക് ഇവിടെ ക്ലീനിങ് ഏരിയയിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ. Cleaning area. Here the instruments are cleaned either manually or by using machines. ഇവിടെ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം ഈ വരുന്ന ഐറ്റംസിനെ? either manually നമുക്ക് ബൈ ഹാൻഡ് കൊണ്ട് നമുക്ക് സ്വമേധയാ അല്ലെ, നമുക്ക് സ്വമേധയാ ഹാൻഡ് കൊണ്ട് എന്ത് ചെയ്യാം? കഴുകാം. അല്ലാന്നുണ്ടെങ്കിലോ മെഷീൻസ് യൂസ് ചെയ്തും ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഫോർ മാനുവൽ വാഷിംഗ് വിത്ത് വാട്ടർ സപ്ലൈ, ഇനി നമ്മൾ കൈകൊണ്ടാണ് കഴുകുന്നെങ്കിൽ അവിടെ എന്തൊക്കെ സഹായങ്ങൾ വേണം? വാട്ടർ സപ്ലൈ വേണം അല്ലെ. വെള്ളത്തിന്റെ ആ ഒരു അളവ് അല്ലെ, എത്ര വെള്ളം നമുക്ക് ആ വാഷിങ്ങിന് എപ്പോഴും വെള്ളം ആവശ്യമാണല്ലോ. അപ്പൊ വെള്ളം വേണം. അതുപോലെ തന്നെ ഡിറ്റർജന്റുകൾ വേണം. അതുപോലെ ബ്രഷസ് ഓഫ് മെനി സൈസസ് ആൻഡ് ഷേപ്സ് ആർ നീഡഡ് ഇൻ ദ ഏരിയ അല്ലെ. ചെറിയതായിട്ടുള്ള ഉപകരണങ്ങളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചെറിയ ബ്രഷ് ആയിരിക്കണം വേണ്ടത് അല്ലെ. അതുപോലെ പല സൈസിലുള്ള
അപ്പൊ ഓരോ എക്യുപ്മെന്റ്സിലും നമുക്ക് ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല ഷേപ്പിലും പല സൈസിലുമുള്ള ബ്രഷുകളും നമുക്ക് മാനുവൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കി, അൾട്രാസോണിക് വാഷർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ, സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ which is used for cleaning surgical tools. Ultrasonic washer is a machine which is used for cleaning surgical tools. അപ്പോ സർജിക്കൽ ടൂൾസ്, നമ്മുടെ സർജിക്കൽ ആയിട്ടുള്ള ടൂൾസ് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് അൾട്രാസോണിക് വാഷർ. ഓക്കെ, അൾട്രാസോണിക് വാഷർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ആണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അൾട്രാസോണിക് വാഷർ, എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? സർജിക്കൽ ടൂൾസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ് അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്ന മെഷീൻ. Then it turns high frequency sound waves. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവുകളാണ്. into mechanical vibration. അതെന്ത് ചെയ്യുന്നു? ആ സൗണ്ട് വേവ്സ് മെക്കാനിക്കൽ വൈബ്രേഷൻ ആയി മാറി that makes small bubbles that burst on the internal surfaces of the tools and remove the waste particles. ഇവിടെ ഈ ഒരു അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്ന ആ ഒരു മെഷീൻ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീനിങ് ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആ മെഷീൻ ആദ്യം ഒരു ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആയിട്ട് മാറി അതെന്ത് ചെയ്യുന്നു? ബബിൾസ് ഉണ്ടാക്കാൻ തുടങ്ങും. ആ ഒരു വെള്ളത്തില് നിറയെ സ്മോൾ ബബിൾസ് ഉണ്ടാക്കുകയും ആ ബബിൾസ് എന്ത് ചെയ്യുന്നു? ഈ ഓരോ എക്യുപ്മെന്റ്സിന്റെയും ഉള്ളിൽ ചെന്ന് തട്ടി എന്ത് ചെയ്യുന്നു? പൊട്ടി ആ ഒരു ഫ്ലോ എന്ത് ചെയ്യുന്നു? അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിനുള്ളിലൂടെ കയറി ഇറങ്ങി ആ ഒരു ബബിൾസ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരെയും അങ്ങോട്ട് കയറിയും പുറത്തേക്ക് വരെയും ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ്? ആ ഒരു ഇന്റേണൽ സർഫസ് എന്താണ്? ആ ഒരു ടൂളിന്റെ ഇന്റേണൽ സർഫസിലേക്ക് ഇങ്ങനെയുള്ള ബബിൾസ് ചെന്ന് തട്ടി ആ അഴുക്കുകൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് ക്ലീൻ ചെയ്ത് കൊണ്ടുവരികയും അങ്ങനെ വേസ്റ്റ് പാർട്ടിക്കിൾ എല്ലാം അതിന്റെ ആ ഉള്ളിലുള്ള ഭാഗത്തുള്ള എല്ലാ വേസ്റ്റ് പാർട്ടിക്കിളും ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെഷീനാണ് അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്ന മെഷീൻ. Then after the tools are washed, ഇനി ഈ ടൂൾസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു, മാനുവൽ ആവാം അല്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ടാവാം, എല്ലാ ടൂൾസും നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഡ്രൈഡ് ഇൻ ദ ഓവൻ ഡ്രയർ. ഓവൻ ഡ്രയറിൽ വെച്ചിട്ട് അത് എന്ത് ചെയ്യും? ഡ്രൈ ചെയ്യും അല്ലെങ്കിൽ ഉണക്കാനായിട്ട് വെക്കുന്നു. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ടു ദ പാക്കിംഗ് ഏരിയ. പാക്കിംഗ് ഏരിയയിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ ക്ലീനിങ് ഏരിയയിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ക്ലീനിങ് ഏരിയയിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മാനുവൽ ആയിട്ട് നമുക്ക് സ്വമേധയാ നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വാഷ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിലോ ഒരു മെഷീൻ യൂസ് ചെയ്തുകൊണ്ടോ എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ മാനുവൽ വാഷിംഗ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് വഴിയുള്ള വാഷിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വാട്ടർ സപ്ലൈ വേണം, ഡിറ്റർജന്റുകൾ വേണം, അതുപോലെ തന്നെ പല ഷേപ്പിലും സൈസിലുമുള്ള ബ്രഷസും ആവശ്യമാണ്. അതുപോലെ അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്ന ആ ഒരു മെഷീൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? സർജിക്കൽ ടൂൾസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് അൾട്രാസോണിക് വാഷർ. ഇതൊരു ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സൗണ്ട് വേവ്സ് മെക്കാനിക്കൽ വൈബ്രേഷൻ ആയി മാറി ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്ത് സ്മോൾ ബബിൾസ് എന്ത് ചെയ്യും? ആ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ടൂൾസിന്റെ ഒക്കെ ഉള്ളിലേക്ക് പോയി അതിനുള്ളിലുള്ള ഇന്റേണൽ സർഫസിലുള്ള എല്ലാ വേസ്റ്റുകളും എന്ത് ചെയ്യുന്നു? ഈ ബബിൾസ് പോയി തട്ടി തട്ടി അതെന്ത് ചെയ്യുന്നു? പുറത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ആ ഒരു മെഷീൻ എന്ത് ചെയ്യുന്നു? ആ വരുന്ന സർജിക്കൽ ടൂൾസ് എല്ലാത്തിനെയും ഉള്ളിലുള്ള ഭാഗങ്ങളെല്ലാം നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നൽകുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള ഹാൻഡ് വഴിയോ അല്ലെങ്കിൽ നമുക്ക് മെഷീൻ യൂസ് ചെയ്തോ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത ഓരോ എക്യുപ്മെന്റ്സും എന്ത് ചെയ്യണം? ഡ്രൈ ചെയ്യണം അല്ലെ, ഉണക്കണം. അതിന് വേണ്ടിയിട്ട് ഓവൻ ഡ്രയറിൽ വെച്ച് എന്ത് ചെയ്യും? ഉണക്കുന്നു. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? പാക്കിംഗ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ആണോ? ക്ലീനിങ് ഏരിയ ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്ന ഏരിയയാണ് പാക്കിംഗ് ഏരിയ. അപ്പൊ മൂന്നാമത്തെ ഏരിയയിലോട്ട് നമ്മൾ കടന്നു കേട്ടോ. പാക്കിംഗ് ഏരിയ. പാക്കിംഗ് ഏരിയയിൽ അറിയാലോ, പാക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ് അല്ലെ. നോക്കിയേ, ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. അപ്പൊ സ്റ്റെറിലൈസേഷന് മുൻപ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള, ഡ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം സ്റ്റെറിലൈസേഷന് മുൻപ് തന്നെ
പാക്ക് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് they are not tainted while handling after they are sterilized. ഇവിടെ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആ ഒരു സ്റ്റെറിലൈസേഷന് മുൻപ് ഇത് പാക്ക് ചെയ്ത് വെക്കുന്നത്? അതായത് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അണുവിമുക്തമാക്കുന്ന ഒരു എന്താണ് നയനയുടെ ഡൗട്ട്? എന്താണ്? എന്താണ് നയന, ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞേ. ഡൗട്ടാണോ ചോദിക്കുന്നത്? അതെ, പാക്കിംഗ് ഏരിയയില് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, അതാത് ഡിപ്പാർട്ട്മെന്റുകളുടെ ബേസിലാണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പിന്നീട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരരുത്, അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഐറ്റംസ് ഏതൊക്കെയാന്നുള്ള രീതിയിൽ അത് ചെയ്ത് പിന്നെ പാക്ക് നമ്മൾ പൊട്ടിക്കില്ല. സ്റ്റെറിലൈസേഷന് മുമ്പ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞാലും നമ്മൾ ആ ഒരു പാക്കിങ് തുറന്ന ഐറ്റംസ് എടുക്കാത്ത രീതിയിൽ നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഏതൊക്കെ ഐറ്റംസ് വേണം. അപ്പൊ നമുക്ക് എന്താണ്, നമുക്കൊരു പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട് ഇവിടെ. അതായത് ഫസ്റ്റ് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ഐറ്റംസ് വരുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആദ്യം സ്റ്റെറിലൈസ് ചെയ്ത് വിടണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലെയും ലിസ്റ്റും കാര്യങ്ങളും ഇവരുടെ റെക്കോർഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ആ പ്രോസസ്സിലൂടെ കടന്നുപോയി ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ ലിസ്റ്റ് പ്രകാരം നമ്മൾ ഓരോ ഐറ്റംസും വെച്ച് എന്ത് ചെയ്യുന്നു, പാക്ക് ചെയ്ത് വെച്ച് ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് എഴുതി. അതുപോലെ തന്നെ പാക്കിങ്ങും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ സീൽ ചെയ്ത് നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുന്നു, പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അത് സ്റ്റെറിലൈസേഷന് വിടുന്നത്. അങ്ങനെ സ്റ്റെറിലൈസേഷന് വിട്ടതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്യാൻ നിന്നാൽ എന്താ പറ്റുക, സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അണുവിമുക്തമാക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. അപ്പൊ നമ്മൾ പിന്നീട് പാക്ക് ചെയ്യാൻ നിന്നാലും നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ച് നമ്മൾ തൊടുന്ന സമയത്ത് പിന്നെയും അതെന്താവും, കണ്ടാമിനേറ്റഡ് ആവും അല്ലെ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്, പാക്ക് ചെയ്യുന്നത് സ്റ്റെറിലൈസേഷൻ മുൻപ് ചെയ്യുന്നത്. നോക്കിയേ, ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷന് മുൻപ് എന്ത് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞേ, സോ ദാറ്റ് ദേ ആർ നോട്ട് tainted while handling after they are sterilized അല്ലെ. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞാൽ പോലും ഇത് നമ്മൾ പിടിക്കുന്ന സമയത്ത് ആ ഇൻസ്ട്രുമെന്റ്സിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ലല്ലോ, പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അതേസമയം സ്റ്റെറിലൈസ് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്യാൻ നിന്നാലോ അവിടെ ആ ഐറ്റംസുമായിട്ട് കോണ്ടാക്ട് വരുന്നത് കൊണ്ട് തന്നെ പിന്നെയും അത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ മുൻപ് പാക്ക് ചെയ്ത് വെക്കുന്നത്. And most of the items are packed in trays. നമ്മൾ പറഞ്ഞില്ലേ ഓൾറെഡി, ട്രേയിലാണ് പാക്ക് ചെയ്ത് വെക്കുന്നത്. which are covered with എന്തൊക്കെ വെച്ചാ കവർ ചെയ്യുന്നത്, which are covered with a double layer of cotton cloth. ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തുകൊണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ പേപ്പർ എൻവലപ്സ്, നമ്മുടെ പേപ്പർ കവറുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഇത് പാക്ക് ചെയ്ത് വെക്കുന്നത്. are also available. ഇനി നോക്കി, എഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി. പക്ഷെ എഫക്റ്റീവ് ആണ്, കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്, പക്ഷെ പൈസ കൂടുതലാണ് അല്ലെ. ചിലവ് കൂടുതൽ വരുന്ന പ്ലാസ്റ്റിക് ബാഗുകളും എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ പാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. ETO സ്റ്റെറിലൈസേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. എഥിലീൻ ഓക്സൈഡ് മെഷീൻ, അതാണ് അതിന്റെ ഫുൾ നെയിം കേട്ടോ. എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ ETO സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴെ പഠിക്കാനുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് പറയാറ് കേട്ടോ. നോക്കി, അതുപോലെ അപ്പൊ ETO സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പാക്ക് ചെയ്യാൻ വേണ്ടി എന്താ യൂസ് ചെയ്യുന്നത്, എഫക്റ്റീവ് ആണ്, അതുപോലെ തന്നെ കോസ്റ്റ്ലിയും ആണ്. അപ്പൊ എഫക്റ്റീവ് ആണെങ്കിൽ കൂടുതലും, പക്ഷെ എന്നാൽ കൂടുതലും ചെലവ് കൂടുതലാണ് അല്ലെ. അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിച്ചിട്ടും നമ്മൾ ETO സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് എന്ത് ചെയ്യാറുണ്ട്, പാക്ക് ചെയ്യാറുണ്ട്. അതുപോലെ സീലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, സീൽ ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ട് എയർടൈറ്റ് ആയിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷനിലേക്ക്
പ്രോസസ്സിലേക്ക് കടത്തിവിടുന്നത്. ഇനി ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്, ഇങ്ങനെയുള്ള പാക്ക് ചെയ്ത് സീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫർഡ് ഫോർ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ആ ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പൊ പാക്കിംഗ് ഏരിയയിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, അതായത് നമ്മുടെ ആ ഒരു അതിനു മുൻപ് ക്ലീനിങ് ഏരിയയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് ക്ലീൻ ചെയ്തു ഡ്രൈ ചെയ്തു എന്ന് പറഞ്ഞു. ആ ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത ഓരോ എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. അത് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ബൈ ഹാൻഡ് വഴി ടച്ച് വരുന്നത് കൊണ്ട് തന്നെ കണ്ടാമിനേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷന് മുൻപ് പാക്ക് ചെയ്യുന്നത്. അങ്ങനെ പാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ട്രേകളിലാണ് മിക്ക ഐറ്റംസും എന്ത് ചെയ്യുന്നത്, പാക്ക് ചെയ്ത് അസംബിൾ ചെയ്ത് വെക്കുന്നത്. ആ സമയത്ത് ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ പേപ്പർ എൻവലപ്പ് അല്ലെങ്കിൽ പേപ്പർ കവറുകൾ യൂസ് ചെയ്തുകൊണ്ടുമാണ് നമ്മളത് പാക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില എഫക്റ്റീവ് ആൻഡ് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗുകളും എന്തിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്, പാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് എങ്ങനെയുള്ള സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ്, ETO സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ എഥിലീൻ ഓക്സൈഡ് മെഷീൻ, അതായത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ പാക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ബാഗുകൾ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതിനുശേഷം അത് സീലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് സീൽ ചെയ്ത് ഇങ്ങനെ സീൽ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് സ്റ്റെറിലൈസേഷന് വേണ്ടി കൊടുക്കുന്നു. ഓക്കെ ആണോ പാക്കിംഗ് ഏരിയ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് പോയി സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് വന്നു അല്ലെ. ഇത് ഇത്തിരി ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. അപ്പൊ ഓരോ ഏരിയയിൽ നിന്നും അടുത്ത ഏരിയയിലേക്ക് ഏതിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അപ്പൊ സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ either ഓഫ് ദ 2 മെത്തേഡ്സ് ഇൻ CSST. CSSTയില് 2 മെത്തേഡിലൂടെയാണ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. ഒരെണ്ണം സ്റ്റീം ഉപയോഗിച്ചിട്ട്, നീരാവി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓട്ടോക്ലേവ് യൂസ് ചെയ്തുകൊണ്ടുള്ള ചെയ്യുന്നത്. രണ്ടാമത് പഠിക്കാനുള്ളത് കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റെറിലൈസേഷൻ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് 3 തന്നിട്ടുണ്ട്. ആ 3 എന്ന് പറയുന്നത് അതിൽ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന അതൊരു ഓട്ടോക്ലേവിൽ വരുന്നത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. സിയും ഇതുപോലെ തന്നെ സെയിം ഒരു ഓട്ടോക്ലേവിന്റെ ഇതേതായിട്ട് ഓട്ടോക്ലേവ് ആണ് അത്. അതുപോലെ തന്നെ സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ വരുന്നത് വേറൊരു എക്സ്ട്രാ ടൈപ്പ് ആണ്, അല്ലാതെ അതൊരു രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു മെത്തേഡ് അല്ല കേട്ടോ. അതിന്റെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നേക്കാം, കാരണം മുകളിൽ 2 മെത്തേഡ് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ താഴേക്ക് വന്നപ്പോ ഒരു 3 പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അല്ലെ. അതേസമയം അത് ആദ്യത്തെ 2 എണ്ണത്തിൽ വരുന്ന, അതായത് ആദ്യത്തെ ആ ഓട്ടോക്ലേവ് എന്ന് പറയുന്നതിന്റെ ഒരു ടൈപ്പ് ഓട്ടോക്ലേവ് തന്നെയാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത് കേട്ടോ. അതിലും സെയിം ഓട്ടോക്ലേവിലെ പോലെയുള്ള സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റീം ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു ഇത്തിരി പ്രത്യേകത ഉള്ളതുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രം. CSSTയില് 2 മെത്തേഡിലാണ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. പ്രധാനമായിട്ട് ഒരെണ്ണം നമ്മുടെ ഓട്ടോക്ലേവ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. 2 മെത്തേഡുകൾ ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റീം സ്റ്റെറിലൈസേഷനും കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനുമാണ്. സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ പഠിക്കാനുള്ളതാണ് ഓട്ടോക്ലേവും ഫ്ലാഷ് സ്റ്റെറിലൈസറും. രണ്ടാമത്തെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ പഠിക്കാനുള്ളതാണ് എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ ETO എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ഓട്ടോക്ലേവ് പഠിക്കാൻ പോകുന്നത്. ഓട്ടോക്ലേവ് ഏത് രീതിയിലുള്ള, ഏത് ടൈപ്പ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്, ഏത് മെത്തേഡിൽ വരുന്നതാണ്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതെന്താന്നുള്ളത് അങ്ങനെയൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. സ്റ്റീം അണ്ടർ പ്രഷർ, പ്രഷറിന്റെ കീഴിൽ സ്റ്റീം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നീരാവിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓട്ടോക്ലേവ് ചെയ്യുന്നത്. താഴെ നോക്കിയ പിക്ചർ കണ്ടോ, ഒത്തിരി ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്സ് കൊടുത്തിട്ടുണ്ട്. ഇതില് പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കുക്കർ പോലെ ഇരിക്കുന്ന അല്ലെ, കുക്കറിനെ പോലെ തോന്നുന്ന രീതിയിലുള്ള സിമ്പിൾ ഓട്ടോക്ലേവ് ഉണ്ട്, ഓട്ടോമേറ്റഡ് ഓട്ടോക്ലേവ് ഉണ്ട്, ഫ്ലാഷ് ഓട്ടോക്ലേവ് അല്ലെങ്കിൽ ഫ്ലാഷ് സ്റ്റെറിലൈസർ ഉണ്ടല്ലോ, അതുപോലെയുള്ള ഫ്ലാഷ് ഓട്ടോക്ലേവ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്സ് നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താന്നുള്ളത്, അപ്പൊ ഓട്ടോക്ലേവിന് തന്നെ പല ടൈപ്പ് ഓട്ടോക്ലേവ് ഉണ്ട്. പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സിമിലർ ആണ്. സ്റ്റീം യൂസ് ചെയ്തുകൊണ്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഏത് ടൈപ്പ് ഓട്ടോക്ലേവിലും പ്രധാനമായിട്ടും ചെയ്യുന്ന മെത്തേഡ്.
ഇവിടെ steam under pressure is the most affordable method of sterilization. അപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് അനുയോജ്യമായിട്ട് നമുക്ക് ഹോസ്പിറ്റലുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് സ്റ്റീം അണ്ടർ പ്രഷറിലും അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഓട്ടോക്ലേവ് പ്രൊഡ്യൂസസ് സ്റ്റീം അറ്റ് ടെമ്പറേച്ചർ ഓഫ് 121 degree centigrade under 15 pounds of pressure. അപ്പൊ ഇവിടെ ഓട്ടോക്ലേവില് എത്രയാണ് അവിടെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 121 degree centigrade. അത് എത്ര പ്രഷറിന്റെ കീഴിലാണ് അത് കൊടുക്കുന്നത്? 15 pounds of pressure. പോൺസ് എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ യൂണിറ്റ് ആണ് കേട്ടോ, യൂണിറ്റ് ഓഫ് പ്രഷർ ആണ് പോൺസ്. അപ്പൊ 15 pounds of pressure ഇത്രയും പ്രഷറിന്റെ കീഴില് അതിന്റെ കീഴില് എന്താണ് 121 ഡിഗ്രി 121 degree centigradeലുള്ള ടെമ്പറേച്ചർ ഉപയോഗിച്ചാണ് ഈ ഓട്ടോക്ലേവിൽ എന്ത് ചെയ്യുന്നത്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അതുപോലെ ഇൻ ദിസ് പ്രോസസ്, ഇനി അതൊന്നാണല്ലേ ചെയ്തിരിക്കണം, സമയം ചോദിക്കാറുണ്ട്. ഇൻ ദിസ് പ്രോസസ് 20 minutes is needed to sterilize. സ്റ്റെറിലൈസേഷൻ ഓട്ടോക്ലേവിൽ ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കുന്ന പറഞ്ഞത്? 20 minutes ആണ് അവിടെ സമയം എടുക്കുന്നത്. അപ്പൊ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആകുമ്പോൾ സ്റ്റീം അണ്ടർ പ്രഷർ അല്ലെ, പ്രഷറിന്റെ കീഴിൽ നമ്മുടെ സ്റ്റീം കൊടുത്ത് അല്ലെങ്കിൽ നീരാവിയിലാണ് അവിടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, ഏറ്റവും പൈസ ചിലവ് കുറവും അതുപോലെ ഏത് ഹോസ്പിറ്റലിനും സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് ചോദിക്കാറുണ്ട് കേട്ടോ, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഓട്ടോക്ലേവ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. ഇനി ഇവിടെ ഓട്ടോക്ലേവില് എന്താണ്, എത്ര ടെമ്പറേച്ചർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 121 degree centigrade. എത്ര പ്രഷറിന്റെ കീഴില്? 15 pounds of pressure. പോൺസ് എന്ന് പറഞ്ഞാൽ പ്രഷർ യൂണിറ്റ് ആണ് കേട്ടോ, യൂണിറ്റ് ഓഫ് പ്രഷർ. അത്രയും പ്രഷറിന്റെ യൂണിറ്റിനുള്ളിൽ 121 degree ടെമ്പറേച്ചറിലാണ് ഇവിടെ സ്റ്റീം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓട്ടോക്ലേവ് അവിടെ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെറിലൈസേഷന് വേണ്ടി ഓട്ടോക്ലേവിൽ ഒരു ഐറ്റം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എത്ര സമയത്ത് സ്റ്റെറിലൈസേഷൻ നടന്നിരിക്കും? 20 minutes ആണ് എടുക്കുന്ന സമയം, സ്റ്റെറിലൈസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഓട്ടോക്ലേവ് ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വൺ പറയുന്നതാണ് എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ ETO. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ETOന്റെ എക്സ്പാൻഡഡ് ഫോം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ETO എന്ന് പറഞ്ഞാൽ എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെ. അവിടെ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഏതാണ്? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ ആ ഒരു ഹെഡിങ് തന്നെ നിങ്ങളൊന്ന് ഫുൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ. അത് ചോദിക്കാറുണ്ട്. ETOന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ETO എന്ന് പറയുന്നത് ഏത് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്? ഏത് മെത്തേഡിലാണ് വരുന്നത്? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിലാണ് വരുന്നത്. എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ ETO കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. ഇനി എന്താണ് ഈ ഒരു മെത്തേഡില്? കെമിക്കൽ ഗ്യാസ് ആണ്. അപ്പൊ നമ്മൾ ഓട്ടോക്ലേവ് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? സ്റ്റീം ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഇവിടെ പകരം ഉപയോഗിക്കുന്നത് എന്താണ്? കെമിക്കൽ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ കുറച്ച്. This method is primarily used for heat responsive and moisture responsive materials like cardiac catheters, plastic items and endoscopes. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം നമ്മുടെ കാർഡിയക് കത്തീറ്ററുകളൊക്കെ പഠിച്ചതല്ലേ? പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് ഐറ്റംസ് നമ്മളെ ചൂട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ ടെമ്പറേച്ചറുള്ള നീരാവി ചെല്ലുമ്പോഴൊക്കെ ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് എങ്ങനെയാണ് ചൂട് ചെല്ലുന്ന സമയത്ത്? എങ്ങനെയാ പ്ലാസ്റ്റിക് ഐറ്റംസ് ചൂട്? അത് ഹീറ്റ് സെൻസിറ്റീവ് അല്ലേ? ഹീറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ പ്ലാസ്റ്റിക്? ഇങ്ങനെ കൂടുതൽ ചൂട് കിട്ടിയ പ്ലാസ്റ്റിക് ഐറ്റംസിന് എന്താ പറ്റുക? ഉരുകും അല്ലെ? ഉരുകും, അതെ, ഉരുകിപ്പോവും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്മൾ ഓട്ടോക്ലേവില് ഇങ്ങനെയുള്ള കാർഡിയക് കത്തീറ്ററൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം, ചെറിയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ. അപ്പൊ ആ കാർഡിയക് കത്തീറ്റർ അതുപോലെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് എൻഡോസ്കോപ്പ്, നമ്മൾ എൻഡോസ്കോപ്പ് ചെയ്യാൻ ഉപയോഗിക്കും
ഉപയോഗിക്കുന്ന ട്യൂബുകൾ. അപ്പൊ അതൊക്കെ പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം എന്ത് ചെയ്യും? ഹീറ്റ് റെസ്പോൺസീവ് ആണ്. നമുക്ക് ചൂടിനോട് പ്രതിരോധിക്കാൻ പറ്റാത്തവയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോയ്സ്ചർ ആണെങ്കിലും ഹീറ്റ് ആണെങ്കിലും ചൂട് ചെല്ലുന്ന സമയത്ത് ഇത് ഉരുകിപ്പോവും അല്ലെ, അതിന്റെ ഷേപ്പ് വ്യത്യാസം വരും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു കത്തീറ്റേഴ്സ് അതുപോലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റുമോ? പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഓട്ടോക്ലേവ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കൽ പോകും അല്ലെ. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, നോക്കി അതിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. കാർഡിയാക് കത്തീറ്റർ പോലെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ്, അങ്ങനെയുള്ള എല്ലാ പ്ലാസ്റ്റിക് ഐറ്റംസും, എൻഡോസ്കോപ്പുകൾ അതുപോലെ കാർഡിയാക് കത്തീറ്ററുകൾ പോലെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മെഷീൻ. ഇത് പക്ഷേ ചിലവ് കൂടിയ ഒരു മെഷീനാണ്. ആൻഡ് യൂസസ് പോയിസണസ് ഗ്യാസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് ഗ്യാസ് ആണ്, കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ ഉപയോഗിക്കുന്ന ഗ്യാസ് എങ്ങനെയുള്ളതാണ്? യൂസസ് പോയിസണസ് ഗ്യാസ്. പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു കോസ്റ്റ്ലി മെഷീനും കൂടിയാണ്, ചെലവ് കൂടിയ ഒരു മെഷീനാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി അതിന് മുമ്പ് ഒരെണ്ണം പറഞ്ഞു, നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഈ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഏതാണ്? ഏത് ചെയ്യുന്നത്? ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏത് ചെയ്യുന്നതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. ഇപ്പൊ ഏതായിരുന്നു? ഏതാണ്? ഓട്ടോക്ലേവ് അല്ലെ, ഓട്ടോക്ലേവ് ആണ്. നോക്കിയപ്പോ ഓട്ടോക്ലേവ് ആണ് അല്ലെ. അപ്പൊ ഇതെന്ന് പറയുമ്പോ നമ്മുടെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോ കുറച്ച് എന്താണ് ബുദ്ധിമുട്ടാണ്. നമ്മുടെ എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റെറിലൈസേഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഈ ഒരു എക്യുപ്മെന്റ്സും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കുറച്ച് ചെലവ് കൂടിയതാണ്. അപ്പൊ ഇങ്ങനെയുള്ളത് പ്ലാസ്റ്റിക് പോലെയുള്ള ഹീറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ അവയെ മാത്രം നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഈ എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ ETO സ്റ്റെറിലൈസേഷൻ മെഷീനിലൂടെ സാധിക്കുന്നുണ്ട്. Then it is necessary to make sure that these items are to be free of gas molecules before using them on patient. അതുകൂടാതെ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഒരു കോസ്റ്റ്ലി മെഷീൻ ആണ്, അതുപോലെ തന്നെ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പറഞ്ഞു. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞെങ്കിൽ കൂടി അത് പേഷ്യന്റിന് യൂസ് ചെയ്യുന്നത് മുൻപായിട്ട് ഈ ഗ്യാസ് മോളിക്യൂൾസ്, ഇങ്ങനെയുള്ള പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം കൃത്യമായിട്ട് ആ ഒരു എക്യുപ്മെന്റിന് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം അത് പേഷ്യന്റിന് പിന്നീട് യൂസ് ചെയ്യാനായിട്ട്. This entire cycle may take up to 8 to 12 hours. ഇവിടെ ഈ സൈക്കിൾ, ഈ ഒരു പ്രാവശ്യം ഈ ഒരു ETO സ്റ്റെറിലൈസേഷനിലേക്ക് ഒരു ഐറ്റം സ്റ്റെറിലൈസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആ സൈക്കിള് പൂർത്തിയാകുന്നത് എത്ര സമയം കൊണ്ടായിരിക്കും? 8 to 12 hours ആണ്. അപ്പൊ പക്ഷെ ഓട്ടോക്ലേവിൽ എത്ര സമയമാണ് എടുക്കേണ്ടി വന്നത്? ഓട്ടോക്ലേവിൽ എത്ര സമയം വേണ്ടി വരും? ഒരു പ്രാവശ്യം വെരി ഗുഡ് 20 minutes അല്ലെ. അതേസമയം ഇവിടെ ETO സ്റ്റെറിലൈസേഷന് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്തു വിടാനായിട്ട് 8 മുതൽ 12 മണിക്കൂർ വരെ സമയം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണോ? അല്ല അല്ലെ. നമുക്ക് അതേസമയം ഓട്ടോക്ലേവിൽ വരുമ്പോൾ ഒരു ദിവസം ഈ ഒരു 12 മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്ര പ്രാവശ്യം നമുക്ക് ചെയ്യാം അല്ലെ, സ്റ്റെറിലൈസേഷൻ ചെയ്യാം. അതേസമയം ETO ആവുമ്പോൾ 8 മുതൽ 12 മണിക്കൂർ വരെ നമുക്ക് ആ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ സ്റ്റെറിലൈസേഷൻ നമ്മുടെ എഥിലീൻ ഓക്സൈഡ് മെഷീൻ ETO സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്, അതായത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ വരുന്ന ഒരു മെഷീനാണ്. ഈ മെഷീനിൽ പ്രധാനമായിട്ടും ഇവിടെ എന്താണ്? ഹീറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ള കാർഡിയാക് കത്തീറ്ററുകൾ, നമ്മുടെ പ്ലാസ്റ്റിക് ഐറ്റംസ്, അതുപോലെയുള്ള എൻഡോസ്കോപ്പുകളൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ പ്ലാസ്റ്റിക് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അത് ഹീറ്റ് റെസ്പോൺസീവ് ആണ്. മോയ്സ്ചർ ഒക്കെ ഉള്ളുമ്പോൾ ഹീറ്റ് ഒക്കെ ചൂടാവുമ്പോൾ അത് ഉരുകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ETO മെഷീനിലൂടെ നമുക്ക് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിലൂടെ ഇത് സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും.
ഇതൊരു കോസ്റ്റ്ലി മെഷീൻ ആണ്. അതുപോലെ തന്നെ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് ഇതൊരു പേഷ്യന്റിനെ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസിന്റെ ഒരു അംശം പോലും ഇതിലില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അത് പേഷ്യന്റിന് പിന്നീട് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ഈ ഒരു സൈക്കിൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ആ ഒരു സൈക്കിള് ഈ ഒരു ETO മെഷീൻ പൂർത്തിയാക്കണമെങ്കിൽ 8 മുതൽ 12 മണിക്കൂർ വരെ ആ സമയം എടുക്കുന്നതാണ്. ഓക്കെ ആണോ? എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ ETO സ്റ്റെറിലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഓട്ടോക്ലേവിന്റെ അതേ ഓട്ടോക്ലേവിന്റെ പോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് തന്നെയാണ് ഈ ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. ഇത് പക്ഷേ നമ്മുടെ ഓട്ടോക്ലേവ് പോലെ നമ്മുടെ CSSD ഡിപ്പാർട്ട്മെന്റിലല്ല ഇത് ഉപയോഗിക്കുന്നത്. ഇതിനൊരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് പഠിക്കാൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഫ്ലാഷ് സ്റ്റെറിലൈസർ, ദിസ് മെഷീൻ ഈസ് ലാർജ്ലി യൂസ്ഡ് ഇൻ OT. എവിടെയാണ് OT? എവിടെയാണ് OT? എവിടെയാ? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിലാണ് നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നത്. ദിസ് മെഷീൻ ഈസ് ലാർജ്ലി യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഫോർ എമർജൻസി പർപ്പസസ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, ചോദിക്കാറുണ്ട്. ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്ന ആ ഒരു ഓട്ടോക്ലേവ് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു ഏത് ഏരിയയിലാണ് യൂസ് ചെയ്യേണ്ടി വരാനായിട്ടും ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് ഏത് സ്ഥലത്താണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു എമർജൻസി പർപ്പസ് വരുന്ന സമയത്താണ് ഈ ഫ്ലാഷ് സ്റ്റെറിലൈസറിന്റെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നത്. ദിസ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്. ഇതൊരു പ്രത്യേക സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് ആണ്. ദാറ്റ് ഹാസ് എ വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. ഇവിടെ വളരെ ഷോർട്ട് ആയിട്ടുള്ള വളരെ കുറഞ്ഞ സമയത്തിനുള്ള ഒരു സ്റ്റെറിലൈസേഷൻ സൈക്കിള് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ആണ് ഇവിടെ അതിന് ആവശ്യമായിട്ട് വരുന്നത്. ഓഫ് എബൌട്ട് എത്ര മിനിറ്റ് മാത്രം മതി? 3 to 4 minutes. ഇത് 3ലും നമുക്ക് സമയം തന്നിട്ടുണ്ട് കേട്ടോ. 3ന്റെയും സമയം, എത്ര സമയം ആ ഒരു സൈക്കിൾ സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് എത്ര സൈക്കിൾ പൂർത്തിയാക്കണമെങ്കിൽ എത്ര സമയം എടുക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാം കേട്ടോ. മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ 3 ഓപ്ഷൻസും ചിലപ്പോൾ ഉണ്ടാവും. അതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ 3 to 4 minutesനുള്ളിൽ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നത്? വളരെ ഷോർട്ട് സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഷോർട്ട് ആയിട്ട് ഈ ഒരു സ്റ്റെറിലൈസേഷൻ 3 to 4 minutesനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് സാധിക്കും. Owing to its ability to raise the temperature. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാരണം എന്താണ്? എബിലിറ്റി ടു റൈസ് ദ ടെമ്പറേച്ചർ ടു 132 degrees centigrade. ഇതിന് അവരുടെ ടെമ്പറേച്ചർ എത്ര കൂട്ടാനായിട്ടുള്ള കഴിവുണ്ട്? 132 degrees centigrade ആയിട്ട് ടെമ്പറേച്ചർ കൂട്ടാനായിട്ടുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? സമയം കുറവെടുത്ത് നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്ത് ഐറ്റം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലാകുമ്പോൾ എങ്ങനെയാണ്? അവിടെ ചിലപ്പോ നമ്മൾ എത്ര സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സ് കൊണ്ടുവന്ന് വെച്ചാൽ പോലും പെട്ടെന്ന് ചിലപ്പോ എന്തെങ്കിലും ഒരെണ്ണം പിന്നീട് വേഗം സ്റ്റെറിലൈസ് ചെയ്ത് രണ്ടാമത് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ചില സന്ദർഭങ്ങൾ എമർജൻസി സിറ്റുവേഷൻസിൽ വരാറുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി പോയി CSSDയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്താനോ അല്ലെങ്കിൽ പോയി ചെന്ന് വാങ്ങിക്കൊണ്ടുവരാനോ എന്നുള്ള സമയം അവിടെ ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ പെട്ടെന്ന് ആ സമയത്ത് അവിടെ വെച്ച് തന്നെ നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് ഉള്ളത്. അപ്പൊ ഇവിടെ ആ ഒരു സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന സമയം വളരെ ഷോർട്ട് സൈക്കിൾ ആണ് എടുക്കുന്നത്. 3 to 4 minutes ആയിരിക്കും എടുക്കുക. കാരണം എന്താണ്? അവിടുത്തെ ആ ഒരു മെഷീന് അവരുടെ ടെമ്പറേച്ചർ 132 degrees centigrade ആയിട്ട് ഉയർത്താനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് 3-4 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് ആ ഒരു എക്യുപ്മെന്റ്സ് കിട്ടാനും സാധിക്കുന്നു. ഓക്കെ ആണോ? ഫ്ലാഷ് സ്റ്റെറിലൈസർ. അപ്പൊ 3 എണ്ണം ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. ഓക്കെ, അപ്പൊ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഓട്ടോക്ലേവ് ഇപ്പൊ പഠിച്ചു അല്ലെ? ഓട്ടോക്ലേവ് നോർമൽ ആയിട്ടുള്ള ഒരു ഓട്ടോക്ലേവ്, അതായത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ വഴിയുള്ളതും അതുപോലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്
ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ്. അപ്പൊ അത് ഓപ്പറേഷൻ തിയേറ്ററിലാണെന്നുള്ളത് ഓർക്കുക. ഒരു എമർജൻസി പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് ഓർക്കുക. അതുപോലെ അത് മൂന്നിന്റെയും ആ സമയം എത്ര മിനിറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. ഓട്ടോക്ലേവ് സാധാരണ ഒരു നോർമൽ ഓട്ടോക്ലേവ് അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് 20 മിനിറ്റ്സ് ആണെങ്കിൽ എൻഡോസ്കോപ്പ് എന്നാണ് കേട്ടോ. നിങ്ങളിൽ തെറ്റായിട്ടാണോ കാണിച്ചിരിക്കുന്നത്? എൻഡോസ്കോപ്പ് എന്നാക്കുക കേട്ടോ. എൻഡോസ്കോപ്പ് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. എൻഡോസ്കോപ്പ് എന്നാക്കുക കേട്ടോ. എൻഡോസ്കോപ്പ് കേട്ടോ. എൻഡോസ്കോപ്പ് എന്നാക്കിയോ? ഓക്കെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുക കേട്ടോ. ചിലപ്പോ നിങ്ങളുടെ കയ്യിൽ വരുന്നിരിക്കുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാവാം. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് വരുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും അത് കറക്റ്റ് ചെയ്തോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ ആണോ ആ ഒരു ഭാഗം? സ്റ്റെറിലൈസേഷൻ ഏരിയ. ഓക്കെ, നെക്സ്റ്റ് ഏരിയ നമ്മുടെ ഏത് ഏരിയ ആണ്? നെക്സ്റ്റ് ഏരിയ പഠിക്കാനുള്ളത് ഏതാ? ഡിസ്ട്രിബ്യൂഷൻ ഏരിയ അല്ല, സ്റ്റോറേജ് ഏരിയ അല്ലെ. ഇവിടെ സ്റ്റോറേജ് ഏരിയ കഴിഞ്ഞാണ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുന്നത്. നമ്മളിവിടെ സ്റ്റെറിലൈസേഷൻ എല്ലാം കഴിഞ്ഞു അല്ലെ. പാക്ക് ചെയ്തു, സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു. ഇനി അത് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോറേജ് ഏരിയയിലേക്ക് പോയി. സ്റ്റോറേജ് ഏരിയയില് സ്റ്റെറിലൈസേഷന് ശേഷം അല്ലെ. നോക്കിയ സ്റ്റോറേജ് ഏരിയ എന്താ ചെയ്യുന്നത്? ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ, സ്റ്റെറിലൈസേഷന് ശേഷം the items are provisionally stored in a cleaned rack from where they are issued to the user department. സ്റ്റെറിലൈസേഷന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് വരുന്ന ഓരോ ഐറ്റംസും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവിഷണലി സ്റ്റോക്ക്ഡ് ഇൻ എ ക്ലീൻഡ് റാക്ക്. വളരെ ടെമ്പററി, പ്രൊവിഷണലി എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പററി അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻഡ് ആയിട്ടുള്ള റാക്കുകളില് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. When they are issued to the user department, അവിടെ നിന്ന് ആ റാക്കുകളിൽ നിന്നാണ് അത് ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നത്. താൽക്കാലികമായിട്ട് നമ്മൾ ക്ലീൻഡ് ആയിട്ടുള്ള റാക്കുകളിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫിഫോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടാ. ചോദിക്കാറുണ്ട്. First out, FIFO is the principle to follow in the replacement of sterile in keeping demand of the department. FIFO നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? FIFO പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ആ FIFO അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ്? ഫാർമസിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തായിരുന്നു ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? എന്താണ് ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് കാര്യം? അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെ. ആദ്യം ഏതാണോ? ഇവിടെ CSSTയുമായി ബന്ധപ്പെട്ട് ഈ പ്രിൻസിപ്പിളിന് ഉദ്ദേശിക്കുന്ന കാര്യം പറയുന്നത് ആദ്യം വന്ന യൂസ്ഡ് ഐറ്റംസ് ഏതാണോ ആ സെയിം ഐറ്റംസ് തന്നെ എന്ത് ചെയ്യണം? ആദ്യം അവിടെ നിന്ന് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് പുറത്തു പോവണം അല്ലെ. അതല്ലേ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മീനിങ് തന്നെയാണ് ഇവിടെ വരുന്ന ആ ഒരു FIFO പ്രിൻസിപ്പിളിന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രിൻസിപ്പിൾ ടു ഫോളോ ഇൻ ദ റീപ്ലേസ്മെന്റ് ഓഫ് സ്റ്റെറൈൽ ഇൻ കീപ്പിംഗ് ഡിമാൻഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡിമാൻഡ് അനുസരിച്ച് ആദ്യം ആ CSST ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിയത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഐറ്റംസ് ആണോ അത് തന്നെ ആദ്യം പ്രോസസ്സിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് എന്ത് ചെയ്യണം? പുറത്തേക്ക് കൊടുക്കണം അല്ലെ. നമ്മൾ എന്തൊരു ഐറ്റംസ് ഇപ്പൊ നമ്മളൊരു തുണിക്കടയിൽ, തയ്യൽ കടയിൽ ഒരു ഐറ്റം, ഒരു തുണി തയ്ക്കാനായിട്ട് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കൊടുത്തത് ആരാണോ അവർക്കല്ലേ ആദ്യം അവിടുന്ന് തയ്ച്ചു കിട്ടേണ്ടത്. അല്ലാതെ അവസാനം കൊണ്ട് കൊടുത്ത ആൾക്ക് ആദ്യം കൊടുക്കുന്നത് ഒരു ന്യായമല്ലല്ലോ. അപ്പൊ ആദ്യം ഏതൊരു ഐറ്റം ആണോ നമ്മൾ ആദ്യം ആരാണോ കൊണ്ടുവന്ന് കൊടുത്തത് അതേ ആൾക്ക് തന്നെ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം വരുന്ന ആൾക്ക് തന്നെ ആദ്യം തയ്ച്ചു കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ആദ്യം CSSTയിലേക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ യൂസ്ഡ് ഐറ്റംസ് വന്നത് അതേ ഡിപ്പാർട്ട്മെന്റിന്റെ ഐറ്റം തന്നെ ആദ്യം എന്ത് ചെയ്യണം? ഈ CSST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്റ്റെറിലൈസേഷൻ കഴിച്ച് പുറത്തേക്ക് കൊടുക്കേണ്ടതാണ്. ഓക്കെ ആണോ ആ ഒരു പ്രിൻസിപ്പിള്?
സ്റ്റോറേജ് ഏരിയയിൽ നമുക്ക് 2 പോയിന്റ് ആണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. സ്റ്റോറേജ് ഏരിയയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷന് ശേഷം ഈ സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞ ഐറ്റംസ് താൽക്കാലികമായിട്ട് ഫിൽഡ് ആയിട്ടുള്ള റാക്കുകളിൽ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞത് ഒരു FIFO പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ആദ്യം ഏത് ഐറ്റം ആണോ ആ ഒരു CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നത് അതേ ഐറ്റം തന്നെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് ആദ്യം പുറത്തേക്ക് പോകുന്ന ആ ഒരു പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ഭാഗമാണ് ഏതാണ്? ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ എന്താ പറഞ്ഞത്? ഇറ്റ് ഷുഡ് ബി away from the accepting area and must have a window with a counter. നമ്മൾ റിസീവിംഗ് ഏരിയ പഠിച്ചില്ലേ? റിസീവിംഗ് ഏരിയയിലും ഒരു വിൻഡോ കൗണ്ടർ ഉണ്ടായിരുന്നു അല്ലെ? ഒരു കൗണ്ടർ വിത്ത് വിൻഡോ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലും അതുപോലെ ഒരു കൗണ്ടർ വിത്ത് വിൻഡോ ഉണ്ടായിരിക്കും. പക്ഷെ ഈ 2 ഏരിയ, അതായത് റിസീവിംഗ് ഏരിയയും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും തമ്മിൽ രണ്ടും അകലത്തിലായിരിക്കും. അതൊരിക്കലും അടുത്തായിരിക്കില്ല. അതെന്തുകൊണ്ടാണ് അത് അടുത്ത് വെക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും റിസീവിംഗ് ഏരിയയും തമ്മിൽ രണ്ട് ഇതിലാണ്. 2 ഏരിയ സെയിം ഒരു സ്ഥലത്ത് തന്നെയല്ല വെക്കുക. രണ്ടും എങ്ങനെയായിരിക്കും? അവിടെ എവേ ആയിരിക്കും, അകലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ അകലത്തിൽ വെക്കുന്നത്? കോമൺ ആയിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ? വെരി ഗുഡ്. ഇൻഫെക്ഷൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ? ഐറ്റംസ് നമുക്കറിയാം റിസീവിംഗ് ഏരിയയിൽ എപ്പോഴും യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വരുന്നത്. അപ്പോ അത് ആ റിസീവിംഗ് ഏരിയയുടെ ഭാഗത്ത് തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ വെക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് അതിൽ നിന്നും ഇതിലേക്ക് സ്പ്രെഡ് ആവും. നമ്മൾ ഓൾറെഡി ഇത് സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം അല്ലേ? അപ്പൊ പിന്നീടും ഇത് എന്ത് ചെയ്യാൻ പാടില്ല? ഇൻഫെക്ഷൻസ് ഇതിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ അല്ലെ, മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും റിസീവിംഗ് ഏരിയയും തമ്മിൽ അകലത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ റിസീവിംഗ് ഏരിയയിലെ പോലെ തന്നെ ഇവിടെ നിന്ന് ഐറ്റംസ് വിതരണം ചെയ്യാനായിട്ടും ഒരു കൗണ്ടർ വിത്ത് വിൻഡോ ഉണ്ടായിരിക്കും. ഓക്കെ. മോഡേൺ ഹോസ്പിറ്റൽ, ഈ മോഡേൺ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ there may be a different lift elevators for shifting the sterile materials to user department. ഇവിടെ മോഡേൺ ഹോസ്പിറ്റലുകളിലേക്ക് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്ത് സൗകര്യം കൂടി ഉണ്ടായിരിക്കും? ലിഫ്റ്റ്, ഡിഫറെന്റ് ലിഫ്റ്റ് തന്നെ ഇതിനു വേണ്ടി മാത്രം. അപ്പൊ നമുക്കറിയാം ആ ഒരു ലിഫ്റ്റിലൂടെ നമുക്ക് വേറെ ഒന്നും ആരും പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിഫ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ലിഫ്റ്റ് ഉണ്ടായിരിക്കും. ഇതിലൂടെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്താനായിട്ട് പറ്റുന്നതിന് വേണ്ടി മോഡേൺ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ലിഫ്റ്റ് സൗകര്യങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതായത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് ആ ലിഫ്റ്റ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെറിലൈസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യാം? നമുക്ക് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിതരണം ചെയ്യാവുന്നതാണ്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലും 2 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അവിടെ റിസീവിംഗ് ഏരിയയും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും തമ്മിൽ അകലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. രണ്ടും തമ്മിൽ അടുത്തടുത്തായിരിക്കില്ല. അതുപോലെ തന്നെ അവിടെ റിസീവിംഗ് ഏരിയയിലെ പോലെ തന്നെ ഒരു വിൻഡോ കൗണ്ടർ ഉണ്ടായിരിക്കും. അതിലൂടെ അതാത് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഐറ്റംസ് എന്ത് ചെയ്യുന്നു? വിതരണം ചെയ്യുന്നു. ഞാൻ വിതരണം ചെയ്യാനായിട്ട് മോഡേൺ ഹോസ്പിറ്റലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിഫറെന്റ് ലിഫ്റ്റിന്റെ സൗകര്യം തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ മാത്രമാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ലിഫ്റ്റ് സൗകര്യങ്ങൾ അതായത് യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇവിടെ CSSDയിൽ നിന്നുള്ള ഇങ്ങനെയുള്ള സ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യാനായിട്ട്, വിതരണം ചെയ്യാനായിട്ട് ഒരു ലിഫ്റ്റ് സൗകര്യം മോഡേൺ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ ആണോ? ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഓക്കെ. അപ്പൊ നമ്മുടെ ആ ഒരു 6 ഫങ്ഷണൽ ഏരിയാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 6 ഫങ്ഷണൽ ഏരിയ ഒന്ന് വേഗം വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ. ഇന്ന് ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താലും തീരില്ല. നമുക്കത് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കുറച്ച് പറയാനുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. ഓക്കെ. എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു.
Thank you, ma'am. Thank you, ma'am. Thank you, ma'am.